ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഒരാള് വെള്ളത്തിൽ കിടക്കുമ്പോഴാണോ ഭാരം കൂടുതൽ തോന്നുന്നത്, അതോ കരയിൽ നിൽക്കുമ്പോഴാണോ? വിചാരിക്കുക, ഒരു ചേട്ടൻ 60 കിലോ വെയിറ്റുള്ള ചേട്ടൻ വെള്ളത്തിൽ കിടക്കുമ്പോഴാണോ അതോ കരയിൽ നിൽക്കുമ്പോഴാണോ ഭാരം കൂടുതൽ തോന്നാറ്? തീർച്ചയായിട്ടും വെള്ളത്തിൽ കിടക്കുമ്പോഴാണ്. എത്ര ഭാരം ഉണ്ടെങ്കിലും വെള്ളത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു മീനിനെ പോലെ നീന്തി കളിക്കാൻ പറ്റും. ഇതുപോലെ മറ്റൊരു ഉദാഹരണം പറയാം. സിസ്റ്ററിന്റെ കയ്യിൽ ഒരു കല്ലുണ്ട്, നല്ല കരിങ്കല്ലാണ്. ഈ കല്ലെടുത്ത് ഒരു ഉന്നം വെച്ച് എന്നിൽ നിന്ന് 10 അടി അകലെ നിൽക്കുന്ന ചേട്ടനെ അല്ലെങ്കിൽ ചേച്ചിയെ കല്ലെറിയുമ്പോഴാണോ മുറിവേൽക്കാൻ സാധ്യത കൂടുതൽ, അതോ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാളെ കല്ലെറിയുമ്പോൾ അയാളെ എറിഞ്ഞു വീഴ്ത്തി മുറിവേൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെയും ഉത്തരം, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ആളെ നമ്മൾ എത്ര വലുതോ ചെറുതോ കല്ലുപയോഗിച്ചാലും ഒന്നും പറ്റത്തില്ല. കാരണം വെള്ളത്തിനടിയിലാണ്. വെള്ളത്തിൽ തൊടുമ്പോൾ മാർദ്ദവം കുറയും, ഭാരക്കുറവ് തോന്നും. എന്നാൽ കരയിൽ നിൽക്കുന്ന ആളാണോ, നമ്മൾ 10 തവണ എറിയേണ്ട ഒരു 5 തവണ എറിഞ്ഞാൽ മതി, ഈ കല്ല് വെച്ച് ശരീരം മുറിയും, രക്തം വരും. പിന്നെ 108 വിളിച്ച് ആംബുലൻസിൽ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി വരും, അല്ലേ? പ്രശ്നമായി മാറും. അപ്പം ഇവിടെ ഭാരക്കുറവ് തോന്നണമെങ്കിൽ, നമുക്ക് ലൈറ്റ് ഫീലിംഗ് തോന്നണമെങ്കിൽ, ശരീരത്തിലും നമുക്ക് മുറിവേൽക്കാതിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? വെള്ളത്തിൽ കിടക്കണം, അല്ലേ? വെള്ളം പ്രധാനമാണ്. കേട്ടിട്ടില്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ 95% വെള്ളമാണ്. ഓക്കെ, നമ്മുടെ ലങ്സ് എടുത്ത് നോക്കിയാലോ, ലങ്സിൽ 80% വെള്ളമാണ്. ഓക്കെ, ബ്ലഡിലാണോ 83% വെള്ളമാണ്. എന്തിനേറെ പറയും, നമ്മുടെ ഈ എല്ലുകളിൽ പോലും 22%-ലധികം വെള്ളമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വെള്ളത്തിലാണ് നമ്മൾ നിൽപ്പ്. ഇതിൽ ടീച്ചേഴ്സൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, വെള്ളം കുടിക്കണം. ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് എന്താ ആദ്യം ചെക്ക് ചെയ്യണം? വെള്ളം എത്രമാത്രം നമ്മൾ കുടിക്കുന്നുണ്ട്, ഇതൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ വെള്ളം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് മക്കൾ വെള്ളം കുടിക്കണം കേട്ടോ. ഇനി ശരീരത്തിന് വെള്ളമുണ്ട്, അപ്പോൾ നമ്മുടെ മനസ്സിനോ ആത്മാവിനോ വെള്ളം വേണ്ടേ? വെള്ളം വേണം. ആ വെള്ളം ഏത് വെള്ളമാ? കുളത്തിലെ വെള്ളമാണോ, കടലിലെ വെള്ളമാണോ, കായലിലെ വെള്ളമാണോ, ഏത് വെള്ളമാ? നമ്മുടെ ആത്മാവിന് വേണ്ട വെള്ളം മുകളിൽ നിന്ന് ദൈവം തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജലം കൊണ്ട് നമ്മൾ നിറയണം. ഓക്കെ, ഇനി ഇത് ആര് തരും ഈ വെള്ളം? നമുക്ക് ശരീരത്തിന് വേണ്ടിയുള്ള വെള്ളം നമുക്ക് ഏത് കടയിലോ ഷോപ്പിലോ വീട്ടിലോ ഒക്കെ കിട്ടും, അല്ലേ? അവൈലബിൾ ആണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ജലം ഇതാര് തരും? ഓക്കെ, സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ പപ്പ നമുക്ക് വിളമ്പിത്തരും. ഓക്കെ, നമ്മൾ ബൈബിളിൽ കാണുമല്ലോ, യോഹന്നാന്റെ സുവിശേഷം 7:37-38 തിരുവചനങ്ങളിൽ കാണാൻ പറ്റും. തിരുനാളിൻ്റെ അവസാന ദിവസം ഈശോ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു, നിങ്ങൾക്കാർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അരികിൽ വരിക. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ അവനിൽ നിന്ന് ഒഴുകും. അപ്പം ഇച്ചിരി വെള്ളമല്ല, ഒഴുകുന്ന, കടൽ പോലെ കായൽ പോലെ ഒഴുകുന്ന വെള്ളം ഈശോ തരും. ഇനി ഈശോയ്ക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണോ? കാശ് കൊടുക്കണോ? സമ്മാനം കൊടുക്കണോ? ഈ ജലം കിട്ടാൻ ഇല്ല, സൗജന്യമാണ്, ഫ്രീ ആണ്. ആർക്കും, ദാഹിച്ചു വരുന്ന ആർക്കും വിളമ്പി കൊടുക്കും. അവിടെ ക്രിസ്ത്യാനിയാണ്, വേറെ മതസ്ഥരാണെന്നോ ഒന്നും നോക്കത്തില്ല, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവർക്കും വിളമ്പിത്തരും. അത് നമ്മൾ വെളിപാട് 21:6 കാണും. ഓക്കെ, ദാഹിക്കുന്നവന് സൗജന്യമായി ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് കൊടുക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും കിട്ടും. ഇനി അടുത്ത ചോദ്യം, എത്ര വേണം? ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ മതിയോ, അതോ ഒരു ക്യാനിൽ വേണോ, അതോ ഒരു വലിയ ടാങ്ക് നിറയെ വേണോ? എത്ര വേണം? അപ്പം നമുക്ക് അത് എസെക്കിയേൽ പ്രവാചകൻ, പഴയ നിയമത്തിലെ പ്രവാചകന് ലഭിച്ച ദർശനത്തിൽ പറയുന്നുണ്ട്, മുട്ടോളം പോരാ, അരയോളം പോരാ, നെഞ്ചോളം കഴുത്തോളം ഇത്രയൊന്നും പോരാ. നമ്മൾ ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ നമുക്ക് തരണം. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴല്ലേ നമുക്ക് ഭാരക്കുറവ് തോന്നുന്നത്. വെള്ളം ഒഴുകുന്നതിനനുസരിച്ച് നമ്മൾ ഒഴുകും. അത് അല്ലെങ്കിൽ നമുക്ക് അരയോളം ഒക്കെ ആണെങ്കിലോ നമ്മൾ ബലം പ്രയോഗിച്ച് നിൽക്കും. ഓക്കെ, നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല. ഫുള്ള് നിറയുമ്പോൾ നമ്മൾ ആ വെള്ളത്തിനനുസരിച്ച് ഒഴുകും. അപ്പോൾ ദൈവം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഓരോ ചലനങ്ങൾ വരെ ദൈവത്തിൻ്റെതായി മാറും. ഓക്കെ, പിന്നെ സിസ്റ്റർ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞുതരാം ഈ ജീവജലത്തിൻ്റെ ആവശ്യകതയെ പറ്റി. ഓക്കെ, സിസ്റ്ററിൻ്റെ കയ്യിൽ 2 ബോട്ടിലുണ്ട്. ഓക്കെ, കണ്ടോ? ഇതിലൊരു നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ബോട്ടിലാണ്, ഇതും വേറൊരു ബോട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ ബോട്ടിലിൽ വെള്ളമുണ്ട്, ഇതിൽ വെള്ളമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 1 at a time എടുക്കാം. ഓക്കെ, ഈ സിസ്റ്റർ ഇപ്പോൾ ചോദിക്കുവാണ്, നിങ്ങളുടെ കയ്യിൽ തന്നിട്ട്
ഇതിന് നമുക്കിഷ്ടമില്ല, നമുക്ക് വേണ്ട. ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ തന്നിട്ടുള്ളതാണ്. ഇനി ഇങ്ങനെ ഇപ്പം ഷൈൻ ചെയ്യേണ്ട, ഇങ്ങനെ ഇപ്പം നിൽക്കണം, നമുക്ക് നശിപ്പിക്കണം. ഒക്കെ ഒരു കൈയെടുത്ത് നമുക്ക് നശിപ്പിക്കണം. ഒന്ന് ശ്രമിച്ച് നോക്കൂ. വീട്ടിൽ നമുക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് എത്ര അമർത്തി പിടിച്ചാലും ഇത് പറ്റുന്നില്ല. പിന്നെ സിസ്റ്റർ 2 കൈ കൊണ്ട് പിടിക്കണം. പറ്റുന്നുണ്ടോ? ഇല്ല. എത്ര ശ്രമിച്ചാലും ഇത് പറ്റത്തില്ല. അത് നമുക്ക് ഈ ബോട്ടിൽ നമ്മൾ മാറ്റി വെച്ചു. ഞാൻ സുല്ലിട്ടു, തോറ്റു, പറ്റുന്നില്ല. ഇനി അടുത്ത ബോട്ടിൽ. ഓക്കെ, ഇതിലെന്നാ സംഭവമില്ല. അപ്പം ഇതും ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് ഈ വ്യക്തി ഒത്തിരി മുറിവുകൾ തന്നിട്ടുണ്ട്, അങ്ങനെ ഇപ്പോൾ ഷൈൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞാൻ നശിപ്പിക്കുവാണ്. ഓക്കെ, ഞാനിതിന് ഒടിക്കുമ്പോൾ എന്നാ സംഭവിക്കാറ്? ഞാൻ വിചാരിച്ച് കേട്ടോ, ഇനി ഇത് നിൽക്കുവോ? ഇല്ല. നേരത്തെ നല്ല സ്റ്റഡി വടിയായിട്ട് നിന്ന ബോട്ടിലാണ്. പക്ഷെ ഞാൻ വിചാരിക്കും ഇയാൾ ഒത്തിരി പ്രശ്നങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഒത്തിരി മുറിവുകൾ തന്നിട്ടുള്ളതാണ്. സ്കൂളിൽ എന്നെ പറ്റി പരദൂഷണം പറഞ്ഞിട്ട് എൻ്റെ വിലയെല്ലാം നശിപ്പിച്ചു. എൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ പോയി ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പേര് ദോഷം കേൾപ്പിച്ചു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ്. എൻ്റെ ഇമേജ് തന്നെ തകർത്തത് ഈ വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇയാൾ ജീവിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തപ്പോൾ ഉണ്ടോ എന്താ സംഭവിച്ചു? ഉണ്ടോ? ഈ ബോട്ടിൽ നല്ല ഒരു പ്രശ്നവും ഇല്ലാതെ ഇരിപ്പുണ്ട്. ഇതിന് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഇതിലാണെങ്കിലോ പരിശ്രമിച്ചപ്പോൾ ഇതൊടിഞ്ഞ്. ഇനി ഇതിനെ വെക്കാൻ പറ്റുമോ? നമുക്കിപ്പോൾ വെള്ളം കുടിക്കാൻ ആരെങ്കിലും വരുവാണെങ്കിൽ, ചേട്ടനോ ചേച്ചിയോ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ഇത് കൊടുക്കുവോ? ഇല്ല. ഇത് അല്ലേ, ഇത് വീണ്ടും ഫ്രണ്ടിൽ ടേബിളിൽ നമ്മൾ വെക്കും. ഇതിനെന്നാ ചെയ്യും? നമ്മൾ കാണുമ്പോൾ തന്നെ കാല് വെച്ചൊരു ഉത്ത് കൊടുക്കും, അല്ലെങ്കിൽ എടുത്ത് റബ്ബിഷ് ബോക്സിൽ ഇടും അല്ലേ. പിന്നെ ഇതിൻ്റെ ജീവിതം തീർന്നു. ഇതിന് ഒരിക്കലും ഇത് ഫ്രണ്ടിൽ വരത്തില്ല, നമ്മളെ ടേബിളിൽ ഇരിക്കില്ല. ഇതുപോലെയാണ് ജീവിതം. അപ്പോൾ ഈ എക്സാമ്പിളിൽ പ്രത്യേകത എന്താ? രണ്ടും ഒരേ കമ്പനി ബോട്ടിലാണ് അല്ലേ, നല്ല ഷേപ്പ് മിടുക്കരായിട്ടുള്ള ബോട്ടിൽ. ഒന്നിനെ വിചാരിച്ചപ്പോൾ, പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് പറ്റിയില്ല. ഒന്ന് വേഗം എനിക്ക് തകർക്കാൻ പറ്റി അല്ലേ, വേഗം ഒടിച്ച്. ഇനി ഇത് നടുവ് നിവർത്തി നിൽക്കില്ല, വെച്ചാൽ താഴെ കിടക്കും. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ മോറൽ, ഇതിൻ്റെ ഗുണപാഠം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കണ്ടന്റ് വളരെ പ്രധാനപ്പെട്ടാണ് അല്ലേ. ചട്ടക്കൂടിനേക്കാൾ ഉപരി, പുറം കുപ്പായത്തെക്കാൾ ഉപരി ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനമാണ് പ്രധാനപ്പെട്ടത്. ഇതിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആൾക്കാരിപ്പോൾ മാറി മാറി വന്ന് പ്രസ് ചെയ്താലും നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒട്ടും പറ്റത്തില്ല. ഓക്കെ, പക്ഷെ ഇത് നശിപ്പിക്കാൻ പറ്റി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഓളവും തീരവും ഒക്കെ വന്നാലും ശരി എൻ്റെ മക്കളെ, നമ്മൾ അകത്തിലെ സാധനം സുന്ദരമാക്കി നമ്മൾ നിറഞ്ഞിരുന്നാൽ നമ്മൾ ആർക്കും ഈ ലോകത്തിന് ചെളിവാരി തേക്കാനും സങ്കടപ്പെട്ട് കരഞ്ഞ് ഡിപ്രഷനൊക്കെ അടിപ്പിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. അപ്പൊ എന്നാ പ്രധാനം? നമ്മുടെ ഉള്ളിൽ, പുറത്തല്ല, ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തുകൊണ്ട് നിറയണം? പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ഓക്കെ, അപ്പൊ സൗജന്യമായി കിട്ടുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന അളവിലും നിറവിലും ദൈവം തരും. അപ്പൊ ഈശോയെ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണേ, എൻ്റെ കൂടെ വരണേ, എന്നിൽ നിറയണേ, എന്നിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണമേ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് വരുമ്പോൾ ഈ ഉള്ളില് ഉറവയില് ഉറപൊട്ടും. കിണറിൽ കണ്ടിട്ടില്ലേ? കിണറിൽ നമ്മൾ ഇന്ന് വെള്ളം കോരി നാളെ നോക്കുമ്പോൾ വീണ്ടും കിണറിൽ വെള്ളം അല്ലേ. അങ്ങനെ ഉറ കൂടി അതിൽ നമ്മൾ അറിയാതെ തന്നെ നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ, നീ ഇല്ലാതെ എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവില്ലാതെ എനിക്കൊന്നും നേടാൻ പറ്റില്ല. നീയാണ് എൻ്റെ സ്വപ്നം, നീയാണ് എൻ്റെ ഐശ്വര്യം, നീയാണ് എൻ്റെ കൃപ. ഇങ്ങനെ പ്രാർത്ഥിച്ച് ആത്മാവ് കൊണ്ട് നിറയാം. അപ്പൊ ഇന്ന് മുതൽ പ്രത്യേകമായിട്ടും പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം. നമ്മുടെ ഉള്ളില് ഈ ജലം കൊണ്ട്, ഈ ജലമല്ല, പരിശുദ്ധാത്മാവിന്റെ ജലം കൊണ്ട് നിറയണം. ഈശോ അനുഗ്രഹിക്കട്ടെ.